Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. In this session, we will discuss the Baumol-Tobin approach to demand for money. Baumol-Tobin approach to demand for money. ഈ മോഡലിൽ പറയുന്നത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് ഫോർ ട്രാൻസാക്ഷൻസ്, രണ്ട് ഹോൾഡിംഗ് മണി അല്ലേ. മണി നമ്മൾ ഹോൾഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, അതായത് ഇൻട്രസ്റ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ചില അസറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് നമ്മൾ മണി ഹോൾഡ് ചെയ്യാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ബോമോൾ-ടോബിൻ അപ്രോച്ച് ടു ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. So this model analyzes the demand for money, specifically focusing on money held for transactions. Money held for transactions ne കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ മോഡൽ. ഓക്കെ, money held for transactions. Then it suggests that individuals hold money for transactions. Transactionsന് വേണ്ടി നമ്മൾ പൈസ കൈവശം വെക്കാറുണ്ട്, ഹോൾഡ് ചെയ്യാറുണ്ട് അല്ലേ. മണി ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോമിൽ പണമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഓൾസോ ഫേസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി അല്ലേ. നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ കൈവശം വയ്ക്കുകയും അത് പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ബട്ട് ഓൾസോ ഫേസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വെറുതെ നമ്മൾ പൈസയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൈവശം പണമായിട്ട് തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഈസി ഫോർ അവർ ട്രാൻസാക്ഷൻസ്. പക്ഷേ ആ സെയിം ടൈമിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ഒരു സാക്രിഫൈസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മൾ ആ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ എവിടെയെങ്കിലും ബോണ്ടിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയേക്കാം? ഇൻട്രസ്റ്റ് കിട്ടിയേക്കാം. അത് നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു ചാൻസ് നഷ്ടമാക്കുന്നതിനെയാണ്, സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സിൽ എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ശരിയല്ലേ? അല്ലാതെ അതൊരു കോസ്റ്റ് അല്ല അല്ലേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കുകയും ഇനി ഒരെണ്ണം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ വേണ്ടെന്ന് വയ്ക്കുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ നമ്മളത് കളഞ്ഞു, സാക്രിഫൈസ് ചെയ്തു അല്ലേ. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. അപ്പം നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടി കയ്യിൽ പണം സൂക്ഷിക്കുന്ന സമയത്ത് ആ എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ട് നമ്മൾ ബോണ്ടോ ഡിബഞ്ചറോ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിവിടെ എന്ത് മിസ്സാക്കി? ഇൻട്രസ്റ്റ് അല്ലേ, ഫോർഗോൺ ചെയ്തു. നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടി കയ്യിൽ പൈസ വയ്ക്കുമ്പോൾ ആ ഇൻട്രസ്റ്റിനെ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. അതാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷനിൽ ഊന്നി പറയുന്നുവെങ്കിലും ആ ട്രാൻസാക്ഷന് വെച്ചിരുന്ന ആ എമൗണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു ബെനിഫിറ്റ് നമ്മൾ മിസ് ചെയ്തു എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹോൾഡ് മണി ഫോർ ട്രാൻസാക്ഷൻസ് ബട്ട് ഓൾസോ ഫേസ് ആൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി, that is foregone interest. This model balances these factors to determine the optimal amount of cash to hold. അപ്പോൾ നമ്മളൊരു ബാലൻസ് വെക്കും. ഇത്ര ട്രാൻസാക്ഷന് ഇത്ര നമ്മൾ എന്താണ് ഈ ഇൻട്രസ്റ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അങ്ങനെ ഒരു ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ പൈസ ഹോൾഡ് ചെയ്യുക. ശരിയല്ലേ? നമ്മളെല്ലാം അങ്ങ് ട്രാൻസാക്ഷന് വേണ്ടി ഇപ്പോൾ ചിലവാക്കില്ല. അങ്ങനെയാണ് ട്രാൻസാക്ഷന് വേണ്ടി മാത്രം വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് നമുക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടിയേക്കാവുന്ന ആ ചാൻസസ് ഒക്കെ നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ജനങ്ങൾ ഒരു ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് ക്യാഷ് ബാലൻസ് കയ്യിൽ വെക്കുക. ഒരു നിശ്ചിത എമൗണ്ട് വെക്കുകയും ബാക്കിയുള്ളത് ഇൻട്രസ്റ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യാണ്. ഇൻട്രസ്റ്റ് കിട്ടുന്ന അസറ്റ്സിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇത്രയേ ഈ മോഡലിൽ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ദ മോഡൽ ബാലൻസസ് ദീസ് ഫാക്ടേഴ്സ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ എമൗണ്ട് ഓഫ് ക്യാഷ് ടു ഹോൾഡ് കൺസിഡറിംഗ് ദ കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സ് ടു cash for transactions. Okay, higher interest rates encourage holding more interest bearing assets and less cash, reducing the demand for money. അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് എന്തിനെ എൻകറേജ് ചെയ്തു? മോർ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സ് അല്ലേ. മോർ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സിനെ എൻകറേജ് ചെയ്യുന്നു. ആൻഡ് ലെസ് ക്യാഷ്, റെഡ്യൂസിങ് ദ ഡിമാൻഡ് ഫോർ മണി. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് എൻകറേജ് ഹോൾഡിംഗ് മോർ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സ് അല്ലേ. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സ് അതിനെ അല്ലേ അത് കൂടുതൽ നമ്മൾ വാങ്ങിക്കും. ബോണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പലിശ കൂടുതൽ കിട്ടുന്നുവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള അസറ്റ്സ് കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്നു.
ക്യാഷ് കയ്യിൽ ലെസ് കുറച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഹോൾഡ് ചെയ്യാറുള്ളൂ. കറക്റ്റ് അല്ലേ? റെഡ്യൂസിങ് ദ ഡിമാൻഡ് ഫോർ മണി. കയ്യിൽ വെക്കാനുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ബാക്കി ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള അസറ്റ്സിലേക്ക് നമ്മൾ പണം മാറ്റി വയ്ക്കുകയും ചെയ്യുകയാണ്. കാരണം അതിലേക്ക് പണത്തിനെ ഒഴുക്കി വിടുകയാണ്. ശരിയല്ലേ? അതിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. കാരണം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് മണി കുറയും. കൈവശം പണം വയ്ക്കാനുള്ള ആ ഒരു ഡിമാൻഡ് കുറയുകയും നമ്മൾ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സ് കൂടുതൽ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ബോണ്ട്, സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകും. ഓക്കെ. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് മേക്ക് ഹോൾഡിംഗ് മോർ ക്യാഷ് മോർ അട്രാക്റ്റീവ്, ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ പൈസ നമുക്ക് കൂടുതൽ കയ്യിൽ വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു അല്ലേ? നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ പൈസ കൈവശം എത്തിക്കാൻ ശ്രമിക്കും. ദാറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. Okay, അപ്പോൾ Baumol-Tobin model provides a framework for understanding how individuals or firms balance the need for liquidity with the desire to earn interest. എങ്ങനെയാണ് ലിക്വിഡിറ്റി ബാലൻസ് ചെയ്യുക വിത്ത് ദ ഡിസയർ ടു ഏൺ ഇൻട്രസ്റ്റ്? പലിശ ആ ഒരു ആഗ്രഹവും ഉണ്ട് അല്ലേ? പലിശ നമുക്ക് കൂടുതൽ പലിശ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കും വേണം. അതേപോലെ നമ്മുടെ ലിക്വിഡിറ്റി, നമ്മുടെ ട്രാൻസാക്ഷൻ എത്ര വേണം, ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫേം ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും അല്ലേ? അപ്പോൾ ലീഡിങ് ടു ആൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാഷ് ഹോൾഡിംഗ്, അതാണ് ഏതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാഷ് ഹോൾഡിംഗിലേക്ക് ജനങ്ങളെല്ലാം പോവുകയാണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ട്രാൻസാക്ഷനും കുറച്ച് നമ്മുടെ എന്തിനും കൂടെ വേണ്ടിയിട്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് ബിയറിംഗ് അസറ്റ്സിനും വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട്. ശരിയല്ലേ? So the model suggests an optimal level of cash holding that minimizes the total cost അല്ലേ? എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്ലസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇച്ചിരി കുറയ്ക്കും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് കിട്ടുന്ന ആ സാധ്യതയെ നഷ്ടപ്പെടുത്താതെ അല്ലേ, കഴിവതും നഷ്ടപ്പെടുത്താതെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറച്ച്, ട്രാൻസാക്ഷൻ കോസ്റ്റും കുറച്ച് കൊണ്ടുള്ള ഒരു ക്യാഷ് ഹോൾഡിംഗ് ആയിരിക്കും നമ്മൾ കൈവശം വെക്കുക. ഓക്കെ, ശരിയല്ലേ? പിന്നെ അവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. Baumol-Tobin മോഡൽ എന്തൊക്കെ തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ്? ഇൻട്രസ്റ്റ് ഏർണിങ്സും ലിക്വിഡിറ്റിയും. ഹോൾഡിംഗ് ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതും ഇൻട്രസ്റ്റ് ഏർണിങ്സും തമ്മിലുള്ള ഒരു എന്താണ് ട്രേഡ് ഓഫ് ആണെന്നും കൂടെ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം മേക്ക് ഇറ്റ് ക്ലിയർ, റിപ്പീറ്റ് ദ വീഡിയോ. ഇതേപോലെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ഓൺലൈൻ ക്ലാസ്സസ് ആവശ്യമുള്ളവർ ഓൺലൈൻ ട്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫോർ മോർ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാം. 7561816744 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ 1 മിനിറ്റ് എക്കണോമിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്സ്. അതായത് ക്വിക്ക് ലേണിംഗ് എക്കണോമിക്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സിമ്പിളായിട്ട് 1 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഷോർട്സും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ താങ്ക്സ് അ ലോട്ട്. ടേക്ക് കെയർ. ബൈ.